ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം BA BSc ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യം തന്നെ പറയുകയാണ്, ഇത് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അതിന് മുമ്പത്തെ വർഷങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ പല ക്വസ്റ്റ്യൻസും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ആർക്കെങ്കിലും നോട്ട് വേണമെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, മലയാളി സ്റ്റോക്സ് എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ സെക്ഷനിലാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പരമാവധി മാർക്ക് 35 മാർക്കാണ് ഉണ്ടാവുക, അതായത് സീലിംഗ് മാർക്ക്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, പെരുന്തച്ചൻ എന്ന കഥാപാത്രത്തെ വിലയിരുത്തുക. പെരുന്തച്ചൻ എന്ന തിരക്കഥയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. പെരുന്തച്ചൻ എന്ന് പറയുന്നത് ഒരു ശില്പി എന്ന നിലയിൽ വളരെയധികം ആത്മാർത്ഥത നിലനിർത്തുകയും പരിപൂർണത ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തച്ചുശാസ്ത്രത്തിൻ്റെ കാണാക്കയങ്ങളിൽ ഊളിയിട്ട് ചെന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മാന്ത്രികനാണ് നമ്മുടെ പെരുന്തച്ചൻ എന്ന് പറയുന്നത്. പണിയായുധം കൊണ്ട് മരത്തിലും കല്ലിലും കവിത വിരിയിച്ച പ്രഗത്ഭൻ, സൗഹൃദങ്ങളെ വിലമതിക്കുന്നവൻ, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പെരുന്തച്ചനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ പെരുന്തച്ചൻ എന്ന കഥാപാത്രത്തെ കുറിച്ചിട്ടാണ് വിലയിരുത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതുന്ന ആൻസറിൽ വരേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ ഒരു പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. 17ാമത്തെ ചോദ്യം, ഉത്സുകതയോടെ ഒരു പുതിയ തലമുറ അടിയായ്മയെയും കുടിയായ്മയെയും തകർത്ത് മുന്നേറുന്നതായി എൻ്റെ ഭാവനയിൽ തെളിഞ്ഞു കണ്ടു. വിവക്ഷിതമെന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ കെടാത്ത തീനാളങ്ങൾ എന്ന പാഠഭാഗത്തു നിന്നാണ്. സാമൂഹ്യ പരിവർത്തനത്തിൻ്റെതായിട്ടുള്ള ഒരു ഭൂമികുലുക്കത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജന്മിത്വ വ്യവസ്ഥിതിയെക്കുറിച്ച്, ബ്രാഹ്മണ്യത്തിൻ്റെയും ഇളകുന്ന അടിത്തറയെക്കുറിച്ച്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരത്തെക്കുറിച്ച്, സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ചൂടും ചൈതന്യത്തെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ പ്രധാനമായിട്ടും വരേണ്ട പോയിൻറ്റ്സുകൾ. 18ാമത്തെ ചോദ്യം, തങ്ങൾ തന്നെ സൃഷ്ടിച്ച ദൂഷിത വലയത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റൊരു ദുർബല കക്ഷിയിലേക്ക് ഒഴിച്ചുവിടാനുള്ള നിർബന്ധ ശ്രമം. സിനിമയിലെ ഏത് പ്രവണതയെക്കുറിച്ചാണ് അടൂർ ഇപ്രകാരം വിലയിരുത്തുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ സംവിധായകൻ്റെ കല എന്ന ലേഖനത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. സിനിമ ഒരു വ്യവസായമായി മാറുന്നു. അതിന് കാരണമായിട്ട് നിർമ്മാതാക്കൾ പറയുന്നത് പ്രേക്ഷകരുടെ താഴ്ന്ന ആസ്വാദന നിലവാരമാണ് എന്നതാണ്. ഒരു തലമുറയുടെ ആസ്വാദന നിലവാരത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം ചലച്ചിത്ര നിർമ്മാണം നടത്തേണ്ടത്. മറ്റു കലകളുടേതുപോലെ തന്നെ സ്രഷ്ടാവിൻ്റെ ബുദ്ധിക്കും ഭാവനയ്ക്കും അനുസരിച്ച് ഉയരാനുള്ള ഒരു ആസ്വാദന ക്ഷമത അത് പ്രേക്ഷകർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. 19ാമത്തെ ചോദ്യം, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ കൊച്ചേ, നിന്റെ അപ്പൻ്റെ ശമ്പളം കൊണ്ട് മാത്രം കഴിയുന്നെന്നായിരിക്കും വിചാരം. വിവക്ഷിതമെന്ത്? നീലക്കടലാസിൽ പൊതിഞ്ഞ പച്ചക്കുതിര എന്ന ഓർമ്മക്കുറിപ്പിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ CJ തോമസിൻ്റെ ചിത്രരചന പാടവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. NBSലെ കവർ ചിത്രങ്ങൾ വരയ്ക്കുന്നത് CJ തോമസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, അതിൻ്റെ വരുമാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ CJ തോമസ് ഇപ്രകാരം മറുപടി പറയുന്നുണ്ട്. 20ാമത്തെ ചോദ്യം, പാമരനായ മനുഷ്യൻ ശൂന്യാകാശ വിദൂരതകൾ കാണാൻ അവൻ കണ്ണാടി ഉണ്ടാക്കും, പക്ഷേ സ്വന്തം ഉള്ളു കാണാൻ അവൻ നോട്ടപ്പാട് പോലും കണ്ണയക്കില്ല. സന്ദർഭം, ആശയം വ്യക്തമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഭരതവാക്യം എന്ന നാടകത്തിൽ നിന്നാണ്. നടനും മിത്രവും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നടൻ്റെ കാമുകിയായിരുന്ന സുമതിയെക്കുറിച്ച് മിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നടൻ്റെ ചൈതന്യം അവളുടെ സ്നേഹമാണ്. നടൻ അവളുടെ സ്നേഹത്തെ അവഗണിച്ചു എന്ന മിത്രത്തിൻ്റെ ആരോപണമാണ് ഇവിടെ നടക്കുന്നത്. മോഹഭംഗങ്ങളുടെയും വിഷാദത്തിൻ്റെയും അനാസ്ഥയുടെയും മനസാക്ഷിയുടെയും യുദ്ധഭൂമിയിൽ നിന്ന്
ആയുധമുയർത്താനാവാതെ വളരെ ചകിതനായി നിന്നു പോകുന്ന ഒരു സാധാരണ കലാകാരൻ്റെ ജീവിതമാണ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത്. 21ാമത്തെ ചോദ്യം, കുറിപ്പെഴുതുക, ജീവചരിത്ര സാഹിത്യം. ഒരു വ്യക്തിയുടെ ജീവിതകഥ മറ്റൊരാൾ പറയുന്നതാണ് ജീവചരിത്രം എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാളുടെ ജീവിതകാലവും ജീവിതാനുഭവങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും അതിശയോക്തിയുടെ കലർപ്പില്ലാതെ എഴുതി അവതരിപ്പിക്കുകയോ ചലച്ചിത്ര രൂപത്തിൽ ആവിഷ്കരിക്കുകയോ ചെയ്യുന്നതാണ്. മറ്റൊരാളുടെ വ്യക്തിത്വം സത്യസന്ധമായി വരച്ചു കാണിക്കുമ്പോഴാണ് ജീവചരിത്രം ആസ്വാദനക്ഷമമാകുന്നത്. പ്രശസ്തമായ ചില ജീവചരിത്രങ്ങൾ കേൾക്കാം. വ്യാഴവട്ട സ്മരണകൾ, ബി കല്യാണിയമ്മ. ഇവൻ എൻ്റെ പ്രിയ CJ റോസി തോമസ്. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ, AV അനിൽകുമാർ. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, MK സാനു തുടങ്ങിയവയൊക്കെ മലയാളത്തിലെ ഗണനീയമായ ജീവചരിത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോൾ ജീവചരിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ നിങ്ങൾ എഴുതുന്ന ആൻസറിലും വരേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ജീവചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സെമ്മിൽ തന്നെ ജീവചരിത്രക്കുറിപ്പ്, അതുപോലെ തന്നെ ആത്മകഥ, തിരക്കഥ, നാടകം ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിലൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആത്മകഥയെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ജീവചരിത്രക്കുറിപ്പ് അതുപോലെ നാടകം, ഇത് രണ്ടിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ എക്സാമിന് മുമ്പ് തന്നെ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകട്ടെ എക്സാമിന്, കാരണം ചിലപ്പോൾ അതൊന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 22ാമത്തെ ചോദ്യം, കാലി കമ്പിളി ബാബയുടെ പേര് ധർമ്മശാലയ്ക്ക് വരാനുണ്ടായ കാരണമെന്ത്? ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന യാത്രാവിവരണത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. കറുത്ത കമ്പിളിയുടെ മേലങ്കി ധരിച്ച സന്യാസിയുടെ ആശ്രാന്തമായ പരിശ്രമ ഫലമായിട്ടാണ് ഈ ധർമ്മശാലകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരാണ് അതിന് ലഭിച്ചത്. അതായത് കാലി കമ്പിളി ബാബ എന്ന അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആ ധർമ്മശാലകൾക്ക് ലഭിച്ചു. ഹിമാലയത്തിൽ ദീർഘകാലം തപസ് അനുഷ്ഠിച്ച സന്യാസി വര്യൻ തീർത്ഥാടകർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും പല ആപത്തുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ് 23ാമത്തെ ചോദ്യം. സമൂഹ സംവിധാനത്തിൻ്റെ അച്ചുതണ്ടായ പുരുഷാധിപത്യത്തിൻ്റെ ബലിയാടുകളാണ് അബലകൾ. ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് VT ഭട്ടതിരിപ്പാടിനെ കൊണ്ടെത്തിച്ച സന്ദർഭം വ്യക്തമാക്കുക. VT ഭട്ടതിരിപ്പാടിൻ്റെ കെടാത്ത തീനാളങ്ങൾ എന്ന പാഠഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണിത്. അമ്മുക്കുട്ടി വാരസ്യാരുടെ സംബന്ധ വാർത്തയാണ് അദ്ദേഹത്തെ ഇത്തരമൊരു ചിന്തയിലേക്ക് എത്തിച്ചത്. അന്നത്തെ സാമൂഹ്യ സംവിധാനത്തിൽ വ്യക്തി, പ്രത്യേകിച്ച് സ്ത്രീക്ക് ഒരു പ്രാധാന്യമില്ല. അവൾ ഒരു അസ്വതന്ത്രയാണ്. വിവാഹ കാര്യത്തിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യം അവൾക്കില്ല. അവളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും യാതൊരു പരിഗണനയും ആരും കൊടുക്കുന്നുമില്ല. ഇതൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി 3ാമത്തെ സെക്ഷനാണ്. 3ാമത്തെ സെക്ഷൻ എല്ലാവർക്കും അറിയാം, essay ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളത്. അപ്പോൾ 3 പുറം എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു പേജിൻ്റെ ഒരു പുറം, അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സെക്ഷൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കാരണം ഇതിൽ ചോയ്സ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻ തന്നാൽ 2 എഴുതിയാൽ മതി. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടിയന്തരാവസ്ഥ കാലത്തെ ഹിംസകളുടെ നേർചിത്രമാണ് കരുതി വെച്ച ഒരു ഇലച്ചോറിൽ തെളിയുന്നത്. വിശദമാക്കുക. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം നന്നായി മനസ്സിലാക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. 1975 ജൂൺ 25-ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം ഭരണഘടനയുടെ 352-ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിൽ ഇക്കാലത്ത് പോലീസ് പീഡനത്തെ തുടർന്ന് നിരവധി പേർ ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. ചിലർ ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലെ പ്രതി എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത് കക്കയം പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. പിന്നീടുണ്ടായിട്ടുള്ള സംഭവ പരമ്പരകളെല്ലാം നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ കാണാൻ സാധിക്കും. ഒരു നിരപരാധിയെ അപരാധിയാക്കി മാറ്റുന്നതും അതിനോടൊപ്പം നിൽക്കുന്ന നിയമസംഹിതയും ഭരണകൂടവും അതിൻ്റെയൊക്കെ ഇരയായി തീരുന്ന പാവപ്പെട്ട ജനങ്ങൾ, അവരുടെയൊക്കെ മുന്നിൽ കൈകൂപ്പി യാചിച്ചുകൊണ്ട് നിൽക്കുന്ന നിസ്സഹായരായ മാതാപിതാക്കൾ, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ആ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ essay ക്വസ്റ്റ്യൻ്റെ ആൻസറായി വരേണ്ടത്. 25ാമത്തെ ചോദ്യം, ഒന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു,
ആ ഒന്ന് ഞാൻ എന്ന നീയാവട്ടെ. നീ നിന്നെ കണ്ടാൽ നീ തേടുന്ന നിത്യകന്യകയെ കണ്ടു. ഈ വരികൾ കവിയുടെ വ്യക്തി സവിശേഷതകളിലേക്കുള്ള സൂചന നൽകുന്നുണ്ടോ? വിശദമാക്കുക. പി കുഞ്ഞിരാമൻ നായരുടെ പുഷ്പഗോപുരം എന്ന പാഠഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതിയിൽ നിന്നാണ് ഈ ഒരു പാഠഭാഗം എടുത്തിരിക്കുന്നത്. പ്രകൃതിയുടെ കളിത്തണ്ടുകളിലും ക്ഷേത്രപാത്രങ്ങളിലും അനുസ്യൂതമായി സഞ്ചരിച്ച ഒരു കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹം കവിതയെ ഉപാസിക്കുന്നവനാണ്. അതുപോലെ നിരന്തരമായ അലഞ്ഞു തിരിച്ചിലിനിടയിൽ കൈമോശം വന്ന സ്നേഹങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സൂചന നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാൻ സാധിക്കും. സാധാരണ മനുഷ്യരുടെ ജീവിതക്രമങ്ങളിൽ ഒതുങ്ങാത്ത ഒരു കവിയുടെ ജീവിതമാണിത്. ഒറ്റക്കമ്പിയുള്ള തമ്പുരുവിൽ ആകാശ നീലിമ പടർത്തി നടന്ന സത്യാന്വേഷി, തീർത്ഥയാത്രക്കാരൻ, ജീവിതം മുഴുവൻ കവിത എന്ന നിത്യകന്യകയെ തേടി നടന്ന ഗന്ധർവൻ, സമ്പന്നമായ തറവാട്ടിൽ ജനിച്ചിട്ടും വഴിക്കാശിനും വീട്ടുചിലവിനും വേണ്ടി പുസ്തകം എഴുതി വിറ്റു. കാമനകളുടെയും സഹനങ്ങളുടെയും സംഘർഷങ്ങളുടെയുമെല്ലാം ഒരു നേർചിത്രം പി കുഞ്ഞിരാമൻ നായരുടെ ഈ ആത്മകഥയിൽ കാണാൻ സാധിക്കും. 26ാമത്തെ ചോദ്യം. അച്ഛന് മകനോട് തോന്നുന്ന തൊഴിൽ മത്സരത്തിലുപരി ഹൃദ്യമായ ഒരു സൗഹൃദത്തിൻ്റെ തലം കൂടി പെരുന്തച്ചൻ തിരക്കഥയെ വേറിട്ടതാക്കുന്നു. സമർത്ഥിക്കുക. പറയിപെറ്റ പന്തിരുകുലത്തിലെ ഒരംഗമായ പെരുന്തച്ചനും മകനും തമ്മിലുള്ള ആത്മസംഘർഷങ്ങൾ തിരക്കഥയുടെ കാതലാണ്. കുലത്തൊഴിൽ ചെയ്യുന്ന അച്ഛനെ വെല്ലുന്ന മകൻ ശില്പി എന്ന നിലയിൽ ആത്മാർത്ഥത നിലനിർത്തുകയും പരിപൂർണത ആഗ്രഹിക്കുകയും ചെയ്യുന്ന പെരുന്തച്ചൻ തച്ചുശാസ്ത്രത്തിൻ്റെ കാണാക്കായങ്ങളിൽ ഊളിയിട്ടു ചെന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മാന്ത്രികനാണ്. തമ്പുരാനെന്നോ ആശാരിയെന്നോ വേർതിരിവില്ലാതെ മനസ്സുകൊണ്ട് ആഴത്തിലുള്ള ഒരു ആത്മബന്ധം പെരുന്തച്ചനും ഉണ്ണിത്തമ്പുരാനും തമ്മിൽ ഉണ്ട്. ഏത് വിഷയവും പങ്കുവയ്ക്കുന്ന ആത്മാർത്ഥമായ ഒരു സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും. തമ്പുരാനോടുള്ള ഭക്തി വളർന്ന് തമ്പുരാനെ രക്ഷിക്കേണ്ട ഒരു ചുമതല വേദനയോടുകൂടി ഏറ്റെടുക്കുകയാണ് പെരുന്തച്ചൻ. കുഞ്ഞിക്കാവു തമ്പുരാട്ടിയും തൻ്റെ മകനും തമ്മിലുള്ള പ്രണയം വലിയ ദുരന്തത്തിന് കാരണമാകുമെന്ന് ആ ഒരു ഭയം കൊണ്ടാണ് അച്ഛനായ പെരുന്തച്ചൻ സഹപാഠിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മകനെ ഇല്ലാതാക്കുന്നത്. ഇത്തരത്തിലുള്ള സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു തിരക്കഥയാണ് പെരുന്തച്ചൻ. 3ാമത്തെ സെക്ഷനിലെ അവസാനത്തെ ചോദ്യമാണ് 27ാമത്തെ ചോദ്യം. മലയാളത്തിലെ യാത്രാവിവരണ സാഹിത്യത്തെക്കുറിച്ച് ഉപന്യസിക്കുക. യാത്രാനുഭവങ്ങൾ സാഹിത്യത്തിൻ്റെ വേരുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതാണ്. അന്വേഷണ ത്വരതയുടെയും അനുഭവങ്ങളുടെയും ഫലമായി സ്വകീയമാക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്കായി രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ യാത്രാവിവരണം രൂപപ്പെടുന്നു. എഴുത്തുകാരനുണ്ടായ യാത്രാനുഭവങ്ങൾ വായനക്കാരന് അതേപടി പകരാനുള്ള കഴിവ് വായനക്കാരനോട് കൂട്ടുകാരനോട് പോലെ തുറന്ന് സംസാരിക്കുന്നവയാകണം. യാത്രാനുഭവ കൃതികൾ ചരിത്രം, ഭൂമിശാസ്ത്രം, കല, സാഹിത്യം, നരവംശശാസ്ത്രം തുടങ്ങി നിരവധി വിജ്ഞാന ശാഖകളുടെ സമ്മേളനമാണ്. ഇതൊക്കെയാണ് യാത്രാ വിവരണത്തെക്കുറിച്ചുള്ള എസ്സേയിൽ വരേണ്ടത്. ഇത് മാത്രം പോരാ, എനിക്കറിയാം പലർക്കും അറിയുന്നുണ്ടാവില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം നിങ്ങളുടെ എക്സാമിന് മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. എല്ലാവരും അത് കാണുക കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, കുറച്ച് ലെങ്തി ആണ് വീഡിയോ, എങ്കിലും നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.